സിനിമയുടെ തുടക്കത്തിൽ തക്കാളി വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുന്ന രണ്ട് സയന്റിസ്റ്റുമാരെയാണ് കാണിക്കുന്നത്. അവർ എക്സ്പെരിമെന്റിന്റെ ആവശ്യത്തിനായിട്ട് ആ തക്കാളിനെ ഭിത്തിയിലോട്ട് എടുത്ത് എറിയാണ്. അത് എറിഞ്ഞതും ഈ തക്കാളി ചെന്ന് ഭിത്തിയിലടിച്ച് താഴെ വീണ് നശിച്ചു പോകുന്നുണ്ട്. താഴെ വീണ് നശിച്ച തക്കാളി അവർ നോക്കി അങ്ങനെ നിൽക്കും. എന്നാൽ അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിക്കുന്നില്ല. ആ ഒരു നിരാശയിലെ രണ്ടുപേരും വിഷമിച്ചിട്ട് അന്നത്തെ ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോകും. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ഇവന്റെ പേരാണ് മാറ്റ്. ഇവനാണ് നമ്മുടെ കഥാനായകൻ. അവൻ അവന്റെ അമ്മയുടെ കടയിൽ ജോലി ചെയ്യാണ്, ഒരു പിസ്സ ബോയ് ആയിട്ട്. അങ്ങനെ പിസ്സ ഉണ്ടാക്കി തിരിച്ചു വരുമ്പോഴാവട്ടെ കയ്യിലിരിക്കുന്ന പിസ്സ താഴെ പോവും. അമ്മ ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ താഴ്ന്ന് അതൊക്കെ എടുക്കുകയാണ്. അമ്മ താഴെ പോയത് കണ്ടിട്ടില്ല, പിസ്സ താഴെ പോയത് കണ്ടിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായി പിസ്സ താഴെ പോയി അതവൻ മറച്ചു വെക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നീ ഇനി ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് പുറത്താക്കും. ഒരു പിസ്സാമാന്റെ സ്യൂട്ട് ഇട്ട് അവനെ പിടിച്ച് പുറത്താക്കും. ഇത് കണ്ടിട്ടെങ്കിലും ആൾക്കാർ കടയിലോട്ട് കയറി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു കോസ്റ്റ്യൂമും ധരിപ്പിച്ച് അവനെ പുറത്ത് നിർത്തിയിരിക്കുന്നത്. അവൻ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ട് കുറച്ചധികം ആൾക്കാർ വരുന്നുണ്ട്. അവന്റെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അതിനകത്ത് തന്നെ ഒരു ബുള്ളി പയ്യനുണ്ട്. അവനും അവന്റെ കൂട്ടുകാരും വന്ന് അവനെ കളിയാക്കും. അവന്റെ ഈ വേഷം കണ്ടിട്ട് അവനെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ഇത് മാറ്റാണെന്നുള്ള കാര്യം. എന്നാൽ അതിനകത്തൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് മാത്രം മാറ്റിനെ കളിയാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇത് ആ ബുള്ളി പയ്യന്റെ ഗേൾ ഫ്രണ്ടുമാണ്. പക്ഷെ അവൾക്ക് ഈ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. മറ്റുള്ള ആൾക്കാരെ കളിയാക്കുന്നതിൽ വലിയ താല്പര്യമില്ല. മാറ്റ് അവൻ മാറ്റല്ല, അവൻ വേറെ ഏതോ ഒരു പയ്യനാന്ന് പറയുമ്പോൾ അങ്ങോട്ട് അമ്മ വരുവാണ്. എന്താണ് നീ ചെയ്യുന്നത്, നല്ല രീതിയിൽ ജോലി ചെയ്യും, ഡാൻസ് കളിച്ചുകൊണ്ട് ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് അവനെ വന്ന് ശല്യം ചെയ്യും. മാറ്റിനെ ശല്യം ചെയ്യും. ബാക്കിയുള്ള കുട്ടികൾക്ക് മനസ്സിലാവും അത് മാറ്റാണെന്നുള്ള കാര്യം. എന്തായാലും ആ കുട്ടികൾ മാറ്റിനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. അമ്മ മാറ്റിനെ സമാധാനപ്പെടുത്തും. എന്നാൽ മാറ്റ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ അമ്മ വിഷമങ്ങൾ പറയാണ്. മാറ്റിന്റെ അച്ഛൻ മരിച്ചു പോയതിനു ശേഷം അമ്മ നല്ല രീതിയിലാണ് മാറ്റിനെ നോക്കിയത്. അതുകൊണ്ട് തന്നെ അമ്മേനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോലെന്ന് പറയുമ്പോൾ മാറ്റ് പോവാതെ അവിടെ നിന്ന് ജോലി ചെയ്യാണ്. മാറ്റിന് ഈ ജോലി ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. ബാക്കിയുള്ള കുട്ടികളൊക്കെ അവനെ വന്ന് കളിയാക്കാണ്. ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റോഡിൽ നിൽക്കുന്നത് കാണുമ്പോൾ കട്ട് ചെയ്താൽ വലിയൊരു കമ്പനിയാണ് കാണിക്കുന്നത്. ആ കമ്പനിയിൽ രണ്ട് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ബോസും പിന്നെ ഒരു അടിയാളും അവിടെ നിൽപ്പുണ്ട്. ഇവര് സംസാരിക്കുന്നത് ഒരു എക്സ്പെരിമെന്റിനെ പറ്റിയാണ്. എന്നാൽ ആ എക്സ്പെരിമെന്റ് ഫെയിൽ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് ഇൻവെസ്റ്റേഴ്സ് പറയും. പക്ഷെ കുറച്ചുകൂടെ സമയം അവർ നീട്ടി വാങ്ങുന്നുണ്ട്. ആ ഇൻവെസ്റ്റേഴ്സ് പോയതിനു ശേഷം ഈ ബോസ് ആണെങ്കിൽ അടിയാളിനോട് പറയും, മര്യാദയ്ക്ക് തന്നെ ആ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആക്കാൻ സയന്റിസ്റ്റുമാരോട് പറയണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അടിയാളും അതിനെ സമ്മതിക്കും. വീണ്ടും നമ്മുടെ സയന്റിസ്റ്റുമാരെ കാണിക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയതിനു ശേഷം തിരിച്ചു വന്നേക്കുകയാണ്. ലാബിൽ തിരിച്ചു വന്നേക്കുകയാണ്. നല്ല വിഷമമുണ്ട് മുഖത്ത്. കാരണം അവർ തക്കാളി വെച്ച് എക്സ്പെരിമെന്റ് നടത്താൻ നോക്കിയിട്ട് അത് സാധിച്ചില്ലല്ലോ. അങ്ങനെ ആ വിഷമത്തിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ അതിൽ ആ കൂട്ടുകാര സയന്റിസ്റ്റ് ഉണ്ടല്ലോ, അതായത് അതിലൊരു സയന്റിസ്റ്റ്, ആ സയന്റിസ്റ്റ് താഴെ തക്കാളി ഇരിക്കുന്നതായിട്ട് കാണും. അതെടുത്തിട്ട് മെയിൻ ആയിട്ടുള്ള സയന്റിസ്റ്റിനോട് ചോദിക്കും, നീ ഇതെന്നെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ വെച്ചതല്ലേ എന്ന്. എന്നാൽ നമ്മുടെ സയന്റിസ്റ്റിന് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവർ രണ്ടുപേരും ആകെ അത്ഭുതപ്പെട്ട് എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. ഈ തക്കാളി ആരാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് അറിയാൻ പാടില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം അവർ എറിഞ്ഞ തക്കാളി അവിടെ ഇല്ല, അതവർ വൃത്തിയാക്കിയിട്ടും ഇല്ലായിരുന്നു. ആ തക്കാളി ഇവിടെ പോയി. ആകെ സംശയപ്പെട്ട് അതിനകത്തുള്ള മെയിൻ സയന്റിസ്റ്റ് ആ തക്കാളി എടുത്ത് ഭിത്തിയിലോട്ട് വലിച്ചെറിയാണ്. അത് എറിഞ്ഞതും ഈ തക്കാളി ചെന്ന് ഭിത്തിയിലടിച്ച് താഴെ വീണ് നശിച്ചു പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ തക്കാളി പഴയ രൂപത്തിലോട്ട് മാറുന്നുണ്ട്. ഇവർക്ക് മനസ്സിലായി ഇവർ എക്സ്പെരിമെന്റിൽ തോറ്റിട്ടില്ല, പകരം ഇവർ വിജയിക്കുകയാണ് ചെയ്തതെന്ന്. രണ്ടുപേരും സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ മാറ്റാണെങ്കിൽ ആകെ വിഷമപ്പെട്ട് അവന്റെ ഡ്രസ്സ് ഊരി കുപ്പത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കളയുന്നുണ്ട്. എന്നാൽ തിരിച്ചു കയറാനായിട്ട് കടയുടെ വാതിൽ തുറക്കാനായിട്ട് നോക്കുമ്പോൾ അത് പൂട്ടിയിരിക്കുകയാണ്. അവൻ വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലോക്കായി പോയതാണ്. ഇനി കടയുടെ ഫ്രണ്ട് വഴിയെ കയറാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് ഓടുകയാണ്. ഇത് കഴിഞ്ഞ് മാറ്റ് നേരെ ചെല്ലുന്നത് ക്ലാസ്സിൽ പഠിക്കാനായിട്ടാണ്. അവിടെ തന്നെ മറ്റേ ആ സയന്റിസ്റ്റ്, മെയിൻ സയന്റിസ്റ്റ് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് മാറ്റിനും ബാക്കിയുള്ള കുട്ടികൾക്കും. ഈ സയന്റിസ്റ്റ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് തക്കാളിനെ പറ്റിയാണ്. ഈ തക്കാളി വെച്ച് ലോകത്തിലുള്ള ജനങ്ങളെ മൊത്തം രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്തൊക്കെ മുറിവ് പറ്റിയാലും ആ മുറിവിനെ എല്ലാം തിരിച്ച് പഴയതുപോലെ ആക്കാനും പറ്റും. മനുഷ്യന് അസുഖങ്ങളൊന്നും ബാധിക്കാതിരിക്കുന്ന ആ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ കുട്ടികൾ ഈ ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള സാറിനെ കളിയാക്കും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കളിയാക്കും. ഈ നേരം മാറ്റ് ആണെങ്കിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ടിട്ട് സാർ അവനെ വിളിച്ചെണീപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം കണ്ട് ക്ലാസ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ നിന്ന് പോകുമ്പോൾ സാറ് മാറ്റിനെ സാറിന്റെ ലാബിലോട്ട് ക്ഷണിക്കും. ലാബിൽ വന്ന ഒരു കാര്യം കാണിച്ചു തരാം, ലോകത്തിന് മാറ്റിമറിക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ മാറ്റിന് അതിനോടൊന്നും താല്പര്യമില്ല. എനിക്കിപ്പോ സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മാറ്റ് പിസ്സ ഡെലിവറി ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഓരോ വീട്ടിലും പോയി ഡെലിവറി ചെയ്യുന്നുണ്ട്. അവിടെ പോകുമ്പോഴെല്ലാം ഓരോ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ചിലർ പൈസ കൊടുക്കത്തില്ല, ചിലരുടെ വീട്ടിൽ അവൻ വീട് മാറിയിട്ടാണ് ചെല്ലുന്നത്, ചിലപ്പോൾ പട്ടികൾ ഓടിച്ചുകൊണ്ട് പോകും. അങ്ങനെ കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അവൻ പിസ്സ എല്ലാം ഡെലിവറി ചെയ്യുന്നുണ്ട്. ഈ നേരം സയന്റിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ മെയിൻ സയന്റിസ്റ്റ് ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ലാബിൽ ജോലിക്കായിട്ട് വന്നിട്ടുണ്ട്. അവിടെ തന്നെ കൂട്ടുകാര സയന്റിസ്റ്റ് ഉണ്ട്. അങ്ങോട്ട് ബോസും അതുപോലെ തന്നെ അടിയാളും വരും. സയന്റിസ്റ്റിനോട് ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആക്കിയോന്ന്. അങ്ങനെ സയന്റിസ്റ്റ് ആ തക്കാളി കൊണ്ടുവന്ന് ബോസിന്റെ കൊടുക്കുകയാണ്. ബോസിനോട് ആ തക്കാളി നശിപ്പിച്ച് കളയാനായിട്ട് പറയും. ബോസ് ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് നശിപ്പിക്കും. ഉടനടി ആ തക്കാളി പഴയ രൂപത്തിലാവുന്നുണ്ട്. കയ്യിൽ ആ തക്കാളിയുടെ ആ ഒരു വേസ്റ്റ് വെള്ളം പോലും തട്ടിയിട്ടില്ല, എല്ലാം പഴയതുപോലെ. ഇത് കാണുമ്പോൾ ബോസിന് സന്തോഷമാവും. കാരണം ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സയന്റിസ്റ്റ് ഈ ഒരു കണ്ടുപിടുത്തം
എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പോണെന്ന് അറിയാമോ? മെഡിക്കൽ ഫീൽഡിന് വേണ്ടിയിട്ട്. എന്നാൽ ബോസിന്റെ ഉദ്ദേശം അതല്ല, ഇത് പട്ടാളക്കാർക്ക് കൊടുക്കണം, എന്നിട്ട് വലിയൊരു യുദ്ധം തന്നെ നടത്തണം. ഈ ഒരു കാര്യം ബോസ് സയന്റിസ്റ്റിനോട് പറയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാക്സിൻ എല്ലാം കണ്ടുപിടിച്ച് ഒരു സൂപ്പർ സെറം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് ബോസും കൂട്ടരും അവിടെ നിന്ന് പോവാണ്. നമ്മുടെ സയന്റിസ്റ്റിന് കാര്യം മനസ്സിലായി. ബോസിന്റെ ഈ ഒരു സൂപ്പർ വെനം അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ സെറം കിട്ടുവാണെങ്കിൽ ലോകത്തിനെ തന്നെ അയാൾ നശിപ്പിക്കും. പട്ടാളക്കാർക്ക് കൊടുത്തിട്ട് വലിയൊരു യുദ്ധം തന്നെ വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും അങ്ങേരുടെ കിട്ടാനായിട്ട് പാടില്ല. അയാൾ പോയതും നമ്മുടെ സയന്റിസ്റ്റ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ആ ഒരു ഡോക്യുമെന്റ് എല്ലാം എടുത്ത് നശിപ്പിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ കൂട്ടുകാരെ സയന്റിസ്റ്റ് ചോദിക്കുമ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ബോസിന്റെ കിട്ടുവാണെങ്കിൽ ബോസ് ലോകം തന്നെ നശിപ്പിക്കുമെന്ന് മെയിൻ സയന്റിസ്റ്റ് കൂട്ടുകാരെ സയന്റിസ്റ്റിനോട് പറയുന്നുണ്ട്. കൂട്ടുകാരെ സയന്റിസ്റ്റും ഇത്രയും നാളത്തെ കഷ്ടപ്പാട് വെള്ളത്തിലായെന്ന് വിചാരിച്ച് ആകെ വിഷമപ്പെട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. വീണ്ടും മാറ്റിനെ കാണിക്കുകയാണെങ്കിൽ അവൻ പിസ്സ എല്ലാം എടുത്തൊരു വീട്ടിലോട്ട് ചെന്നിട്ടുണ്ട് ഡെലിവറി ചെയ്യാനായിട്ട്. അവിടെ ഒരു പാർട്ടി നടക്കുകയാണ്. ഡോറ് തുറക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട ആ പാവം പെൺകുട്ടിയാണ്. ആ ഒരു ബുള്ളി പൈനില് അവന്റെ ഗേൾ ഫ്രണ്ട് ആണ്. ആ ഗേൾ ഫ്രണ്ടിനോട് നമ്മുടെ മാറ്റിന് ചെറിയൊരു ക്രഷ് ഉണ്ട്. അവള് വന്നിട്ട് അവനോട് ക്ഷമ പറയും. അവൻ അവളോട് ക്രഷ് ഉള്ളത് കൊണ്ട് തന്നെ അവന് ക്ഷമിച്ചു കൊടുത്ത് അങ്ങനെ കേട്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ആ ബുള്ളി പൈനൂടെ വരും. ബാ നമുക്ക് പോവാന്ന് പറഞ്ഞ ആ പെൺകുട്ടീനെയും വിളിച്ച് മാറ്റിനെ ഒന്ന് അകത്തോട്ട് പോലും ക്ഷണിക്കാതെ, പാർട്ടി നടക്കുന്നുണ്ടല്ലോ എന്നാലും അകത്തോട്ട് ക്ഷണിക്കാതെ ബുള്ളി പൈൻ പെൺകുട്ടീനെയും വിളിച്ച് അവിടെ നിന്ന് മാറിപ്പോവും. മാറ്റിനും വിഷമായിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. പിന്നീട് മാറ്റി കാറും എടുത്ത് നേരെ ചെല്ലുന്നതാവട്ടെ സയന്റിസ്റ്റിന്റെ ആ ഒരു ലാബിന്റെ താഴെയാണ്. വെറുതെ അല്ല, പിസ ഡെലിവറി ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേ നേരം കുറച്ചധികം ആൾക്കാർ ആ ബോസിന്റെ അടിയാളും അതുപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഗുണ്ടകളാണ്. അവരെല്ലാരും കൂടെ കാറിൽ ഇരിപ്പുണ്ട്. അകത്ത് കയറി സയന്റിസ്റ്റിനെ തട്ടിയിട്ട് ആ സയന്റിസ്റ്റിന്റെ സൂപ്പർ സെറം എടുത്ത് മുങ്ങാനായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ അതിനുള്ള പ്ലാനിങ്ങിലാണ്. വേണമെങ്കിൽ സയന്റിസ്റ്റിനെ തട്ടിക്കളയാൻ വരെ പ്ലാൻ ഇടുന്നുണ്ട്. ഈ നേരം സയന്റിസ്റ്റും കൂട്ടുകാരനും ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴ്ന്ന് കോണിംഗ് ബെല്ല് കേൾക്കുന്നുണ്ട്. അത് മാറ്റ് ആണെന്ന് സയന്റിസ്റ്റിന് മനസ്സിലായി. കാരണം പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാറ്റിനെ കാണാനായിട്ട് താഴെട്ടിറങ്ങി ചെല്ലും. മാറ്റിന്റെ നിന്ന് പിസ്സ വാങ്ങുന്നുണ്ട്. മാറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ ലാബിൽ വന്നാൽ? അതെന്താന്ന് ചോദിക്കുമ്പോൾ സയന്റിസ്റ്റ് ഒന്നുമില്ല, നീ പിന്നെ വാ, ഇപ്പൊ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നശിപ്പിക്കാനായിട്ട് അകത്തോട്ട് കയറിപ്പോവും. എന്നാൽ സയന്റിസ്റ്റ് കുറച്ചങ്ങോട്ട് എടുത്ത് നടന്നതും മറ്റേ ഗുണ്ടകളെല്ലാം കൂടെ വന്ന് മാറ്റിനെ പിടിയാണ്. മാറ്റിന്റെ തലയിൽ തോക്ക് വെച്ചിട്ട് മാറ്റിനെ കൊന്നുകളയും, ഇല്ലെങ്കിൽ ലാബിലോട്ട് കൊണ്ടുപോകാനായിട്ട് സയന്റിസ്റ്റിനോട് പറയും. സയന്റിസ്റ്റിന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാരെയും വിളിച്ച് ലാബിലോട്ട് പോവാണ്. സയന്റിസ്റ്റിന്റെ തലയിൽ ഒരു തോക്ക് വെച്ചിട്ടുണ്ട്. അങ്ങേർക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ലാബിൽ ചെല്ലുകയാണ്. എല്ലാ ഡോക്യുമെന്റും അതുപോലെ തന്നെ ആ തക്കാളിയും തരാനായിട്ട് പറയും. അടിയാള് കൊടുക്കാനായിട്ട് പറയും. എന്നാൽ നമ്മുടെ സയന്റിസ്റ്റ് കൊടുക്കാനായിട്ട് കൂട്ടാക്കുന്നില്ലെങ്കിലും കൂട്ടുകാരെ സയന്റിസ്റ്റ് അങ്ങ് കാലുമാറി. കൂട്ടുകാരെ സയന്റിസ്റ്റ് ചതിച്ചതാണ്. കുറച്ചധികം ഡോക്യുമെന്റും അതുപോലെ തന്നെ തക്കാളി എടുത്ത് ആ ഒരു അടിയാളിന്റെ കൊടുക്കുന്നുണ്ട്. പിന്നീട് അവരെല്ലാരും കൂടെ അവിടെ നിന്ന് പോവാണ്. നമ്മുടെ മാറ്റിനെയും സയന്റിസ്റ്റിനെയും ഒന്നും ചെയ്തിട്ടില്ല. അവരെ വെറുതെ വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ അടിയാള് പറയും ആ തക്കാളി ഒന്ന് പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റ് കയ്യിലിരിക്കുന്ന തക്കാളി താഴെ ഇടും. എന്നാൽ അത് പെട്ടെന്ന് പഴയതുപോലെ ആവുന്നില്ല. ഇവർക്ക് കാര്യം മനസ്സിലായി, അത് ആ പഴയ തക്കാളിയല്ല, തക്കാളി മാറിപ്പോയിട്ടുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ കൂടെയുള്ള ഗുണ്ട തോക്കെടുത്ത് കൂട്ടുകാരൻ സയന്റിസ്റ്റിന്റെ മെക്കിട്ട് കാണിക്കുകയാണ്. നിന്നെ ഇപ്പൊ ഷൂട്ട് ചെയ്ത് കൊന്നളയെന്ന് പറഞ്ഞിട്ട്. സയന്റിസ്റ്റിന് കാര്യം അറിയത്തില്ലല്ലോ, അതായത് കൂട്ടുകാരൻ സയന്റിസ്റ്റിന് കാര്യം അറിയത്തില്ലല്ലോ. അയാൾ എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ തക്കാളി മാറിപ്പോയതായിരിക്കാം, അകത്ത് തന്നെ തക്കാളി കൊണ്ട് എന്നെ ഷൂട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ലാബിലോട്ട് കയറി ചെല്ലും. പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടുകാരൻ സയന്റിസ്റ്റ് ഗുണ്ടകളുടെ കൂടെ നിൽക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇയാൾക്ക് ഒരുപാടധികം ആനുകൂല്യങ്ങൾ കിട്ടും, ഒരുപാട് പൈസ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സയന്റിസ്റ്റിനെ ചതിച്ചത്. ഇതേ നേരം നമ്മുടെ മെയിൻ സയന്റിസ്റ്റ് മാറ്റും കൂടെ ലാബിൽ നിൽക്കുമ്പോൾ മെയിൻ സയന്റിസ്റ്റ് ആ തക്കാളി എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തോ ഒരു മെഷീൻ തുറന്ന് അവിടെ നിന്നൊരു സിറിഞ്ച് എടുക്കുന്നുണ്ട്. എന്തോ ഒരു സെറോ ആണത്, എന്തോ ഒരു വാക്സിൻ പോലെ. അതും എടുത്ത് മാറ്റിനെ വിളിച്ച് അവിടെ നടക്കാനായിട്ട് തുടങ്ങും. ഇവർ കുറച്ചങ്ങോട്ട് നടന്നത് പിന്നാലെ തന്നെ ഗുണ്ടകൾ വരുന്നുണ്ട്. ഇവർ പെട്ടെന്ന് തന്നെ അവിടെ ഓടാനായിട്ട് തുടങ്ങുമ്പോൾ ഗുണ്ടകൾ ഷൂട്ട് ചെയ്യും. എന്നാൽ സയന്റിസ്റ്റ് മാറ്റും കൂടെ ഓടി സ്റ്റെപ്പ് കയറും. മാറ്റിനും വെടിയേറ്റിട്ടുണ്ട്, സയന്റിസ്റ്റിനും വെടിയേറ്റിട്ടുണ്ട്. സയന്റിസ്റ്റ് കുഴഞ്ഞ് താഴെ വീഴുമ്പോൾ മാറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ സയന്റിസ്റ്റിനെ വലിച്ചെടുത്തോണ്ട് മുകളിലോട്ട് ഓടി പോകുന്നുണ്ട്. നേരെ ചെല്ലുന്നത് ടെറസിലാണ്. പിന്നാലെ തന്നെ ഗുണ്ടകളും കുറേയധികം തോക്കുകളായിട്ട് ചെല്ലുന്നുണ്ട്. ഇവരെ കൊന്ന് ആ ഒരു സെറ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ തക്കാളി സ്വന്തമാക്കാനായിട്ട്. ഈ നേരം നമ്മുടെ ടീം മാറ്റ് സയന്റിസ്റ്റും കൂടെ ഓടി ടെറസിൽ വന്നിട്ട് ടെറസിലെ ഡോർ അടച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. മാറ്റിനോട് സയന്റിസ്റ്റ് ഒരു കാര്യം പറയും, നീ ലോകത്തിനെ രക്ഷിക്കണം, ഒരിക്കലും ആ തക്കാളി അവർക്ക് വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല, നിനക്കൊരു മരുന്ന് തരാന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് എന്തോ ഒരു ഇഞ്ചക്ഷൻ അവന്റെ കയ്യിൽ കുത്തുന്നുണ്ട്. അത് കുത്തിയതിനു ശേഷം അവന്റെ ആ തക്കാളി കൊടുത്തിട്ട് തക്കാളി കഴിക്കാനായിട്ട് പറയും. അത് കഴിച്ചാൽ ഈ തക്കാളി വേറെ ആർക്കും കിട്ടത്തില്ല. ഈ തക്കാളി ദഹിക്കാനുള്ള ഇഞ്ചക്ഷൻ ആണ് അവനെ നേരത്തെ കുത്തിവെച്ചത്. ഇത് പറയുമ്പോഴേക്കും ആ ഒരു ഡോറിൽ ഗുണ്ടകളിട്ട് കൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വില്ലന്മാര് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ടെന്ന് സയന്റിസ്റ്റിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മാറ്റിന്റെ തക്കാളി കൊടുത്തിട്ട് അവന്മാര് ഡോറ് തുറന്നു വരുമ്പോൾ മുമ്പിലോട്ട് ചെല്ലുകയാണ്. അവന്മാരുടെ മുമ്പിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവന്മാരോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. മാറ്റ് ആ തക്കാളി കഴിക്കുന്ന സമയം കളയാനായിട്ട്. എന്നാൽ അവന്മാര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. തക്കാളി എന്റെ ഇല്ല, താഴെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ അവന്മാർ കേൾക്കുന്നില്ല. ഇവന്മാർക്കറിയാം സയന്റിസ്റ്റിന്റെ തക്കാളി ഉണ്ടെന്ന്. എന്നാൽ ഈ സയന്റിസ്റ്റിന്റെ ഒരു മരുന്നുണ്ട്, അത് പൊട്ടിത്തെറിക്കും. ഇയാൾക്ക് കെമിസ്ട്രിയൊക്കെ അറിയാലോ. അതുകൊണ്ട് തന്നെ അതെടുത്തെറിയുമ്പോൾ കുറച്ചധികം ആൾക്കാർ ആ ഒരു പൊട്ടലിൽ പെട്ടിട്ട് തെറിച്ചു വീഴുന്നുണ്ട്. ഉടനടി കൂടെ ഉള്ള ആൾക്കാർ, ആ അടിയാളും കൂടെ ഉള്ള ആൾക്കാരും കൂടെ തോക്കെടുത്ത് സയന്റിസ്റ്റിനെ
മാറ്റിനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. മാറ്റ് ഈ ഒരു കാര്യം കണ്ടു നിൽക്കുന്നുണ്ട്. മാറ്റിന് മനസ്സിലായി ഇവന്മാര് വില്ലന്മാരാണ്, ഈ തക്കാളി കൊടുക്കാനായിട്ട് പാടില്ലാന്ന്. നിനക്കൊക്കെ ഈ തക്കാളി അല്ലേടാ വേണ്ടതെന്ന് ചോദിച്ച് മാറ്റ് എണീറ്റ് ആ തക്കാളി എടുത്ത് തിന്നാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന അടിയാളിനാകെ ദേഷ്യമായിട്ട് ആ തക്കാളി തട്ടിപ്പറിക്കാനായിട്ട് അടുത്തോട്ട് ചെന്ന് അവനെ പിടിച്ചു വെക്കുകയാണ്. എന്നാൽ മാറ്റ് ഇത് പിടിച്ചു വെക്കാതിരിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെടയുന്നുണ്ട്. ഈ പെടച്ചിന്റെ ഇടയിൽ മാറ്റ് തെറിച്ച് ടെറസിൽ നിന്ന് താഴെ വന്ന് വീഴുന്നുണ്ട്. ഈ ഒരു കാര്യം, അവൻ താഴെ വന്ന് വീണ കാര്യം ഡോക്ടർ ദൂരെ നിന്ന് കാണുന്നുണ്ട്. ഏത് ഡോക്ടർ? ആ കൂട്ടുകാരൻ സയന്റിസ്റ്റ് ഡോക്ടറിലെ അങ്ങേരത് കാണുന്നുണ്ട്. അങ്ങേര് നോക്കുമ്പോൾ താഴെ വീണ് ബോധം പോയ മാറ്റിനാണെങ്കിൽ ജീവൻ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. അത്രയും വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വീണാൽ എന്തായാലും മാറ്റ് മരണപ്പെടണം. എന്നാൽ അവന്റെ ദേഹം മുറിഞ്ഞിട്ടില്ല, അവൻ മരണപ്പെട്ടിട്ടില്ല. ഇതൂടായപ്പോ സയന്റിസ്റ്റിന് മനസ്സിലായി മാറ്റിന് സൂപ്പർ പവേഴ്സ് കിട്ടിയെന്ന്. എന്നാൽ മാറ്റ് ആകെ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടി നേരെ അവന്റെ കാറിന്റെ അടുത്ത് ചെല്ലും. കാർ സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവാണ്. മാറ്റ് വണ്ടി ഓടിച്ചു പോകുന്ന നേരത്ത് അവന് നേരെ ചൊവ്വേ വണ്ടി ഓടിച്ചു പോകാനായിട്ട് സാധിക്കുന്നില്ല. വണ്ടി തട്ടാനൊക്കെ പോകുന്നുണ്ട്. അവന് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. അവസാനം എവിടെയൊക്കെ കൊണ്ട് ഇടിച്ച് കയറ്റുന്നുണ്ട്. കുറെ അധികം കുപ്പത്തൊട്ടികളുടെ കൂട്ടത്തിൽ കൊണ്ട് ഇടിച്ച് കയറ്റുന്നുണ്ട്. അതുമല്ല തൊട്ടടുത്താണ് അവന്റെ കൂട്ടുകാരൊക്കെ പാർട്ടി ആഘോഷിക്കുന്ന വീടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ക്ഷീണിച്ച് ആ വീട്ടിൽ ചെന്ന് കൊട്ടുമ്പോൾ അത് തുറക്കുന്നത് മറ്റാരുമല്ല, ആ ഒരു ഗേൾ ഫ്രണ്ട് ആണ്, ബുള്ളിപ്പൈന്റെ ഗേൾ ഫ്രണ്ട്, അതായത് മാറ്റിന്റെ ക്രഷ്. അവന്റെ ഈ കോലം കണ്ടിട്ട് ക്രഷ് അവനെ വിളിച്ച് അകത്തോണ്ട് കൊണ്ടുവരും. അവൻ ഒരു സ്ഥലത്ത് ഇരുതാണ്. അവൻ വെള്ളം വേണം എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗേൾ ഫ്രണ്ട് വെള്ളം എടുക്കാനായിട്ട് പോകും. അന്നേരം അങ്ങോട്ട് ബുള്ളിപ്പയം വരുന്നുണ്ട്. ബുള്ളിപ്പയം വന്നിട്ട് മാറ്റുമായിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. ഇറങ്ങിപ്പോടാ, ഇതെന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞ് മാറ്റിനെ ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മാറ്റിന് കുറച്ച് വെള്ളം വേണം. അതുകൊണ്ട് തന്നെ മാറ്റ് പോകാൻ നിൽക്കുമ്പോൾ മാറ്റിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് മാറ്റിനെ പുറത്താക്കാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് ഈ ബുള്ളിപ്പയ്യന് വൈരാഗ്യം മാറുന്നില്ല. അതുകൊണ്ട് തന്നെ മാറ്റിന്റെ മുഖം നോക്കി ഇടിക്കും. പക്ഷേ കൊള്ളില്ല. എന്നാൽ കൈ നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ട്. മാറ്റിന് അത് ഏറ്റിട്ടുമില്ല. ബുള്ളിപ്പയ്യൻ ആകെ വേദനിച്ച് പിറകിലോട്ട് മാറുമ്പോൾ ബുള്ളിപ്പയ്യന്റെ കൂട്ടുകാർ വന്ന് മാറ്റിനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ മാറ്റിനെ എത്ര അടിച്ചിട്ടും ഈ അടിക്കുന്നവന്മാരുടെ കൈയാണ് വേദനിക്കുന്നത്. മാറ്റിന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. അത് എല്ലാത്തിനെയും പിടിച്ച് തള്ളി മാറ്റിയിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടും. അതിന്റെ പിന്നാലെ ഗേൾ ഫ്രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഗേൾ ഫ്രണ്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ മാറ്റ് അവിടെ നിന്ന് കാർ എടുത്ത് പോയി കഴിഞ്ഞു. അങ്ങനെ അവൻ വീട്ടിൽ പോയി കിടന്നുറങ്ങും. പിറ്റേ ദിവസം കണ്ണ് തുറന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അടുക്കളയിൽ ചെല്ലും. അമ്മ അവന് വേണ്ടി കഴിക്കാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ അവനോട് ചോദിക്കും, കഴിഞ്ഞ രാത്രി നീ കുടിച്ചിട്ടാണോ വീട്ടിലോട്ട് കയറി വന്നതെന്ന്. എന്നാൽ മാറ്റ് കുടിച്ചിട്ടില്ലല്ലോ. ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മ പുറം ഭാഗം ചൂണ്ടിക്കാണിക്കും. എന്നിട്ടാണോ നീ കാറ് കൊണ്ട് മതിലിടിച്ച് പൊളിച്ചതെന്ന്. നോക്കുമ്പോൾ സത്യമാണ്, അവൻ കാറ് വെച്ച് മതിലിടിച്ച് പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ മാറ്റിന് പണിഷ്മെന്റ് കൊടുക്കുകയാണ്, കുടിച്ചിട്ട് വന്നെന്ന് വിചാരിച്ചിട്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ മാറ്റ് നല്ല രീതിയിൽ പിസ ഡെലിവറി ചെയ്യണം, അത് ഇരട്ടി പണി ചെയ്യണം. അതും പറഞ്ഞ് അമ്മ അവന് ഫുഡ് കൊടുക്കാതെ അവിടെ നിന്ന് മാറിപ്പോവാണ്. കാരണം അമ്മ വിചാരിച്ചിരിക്കുന്നത് അവൻ കുടിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ അവൻ കുടിച്ചിട്ടില്ല. പിന്നീട് അവൻ നേരെ നടന്ന കാറിന്റെ അടുത്ത് ചെല്ലും. കാറ് മതിലിടിച്ചാണല്ലോ കിടക്കുന്നത്. അവൻ എടുത്ത് മാറ്റിയിടാനൊന്നും വയ്യ. അതുകൊണ്ട് തന്നെ കാറ് പതിയെ പൊക്കിയെടുത്ത് സൈഡിലോട്ട് മാറ്റിയിടും. അവൻ ആ കാറ് പൊക്കിയെടുക്കാനുള്ള പവേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സൂപ്പർ സെറത്തിന്റെ അല്ലെങ്കിൽ ആ തക്കാളി കഴിച്ചതിന്റെ എഫക്റ്റ് ആണ് ഇതൊക്കെ. അവനൊരു സൂപ്പർ ഹ്യൂമനായി മാറിയിട്ടുണ്ട്. ഇതിനുശേഷം അമ്മയും അതുപോലെ തന്നെ മാറ്റും കൂടെ അവരുടെ കടയിൽ പോയി വർക്ക് ചെയ്യാണ്. അമ്മയാണെങ്കിൽ കൗണ്ടറിൽ നിൽപ്പുണ്ട്. അങ്ങോട്ട് തന്നെ കഴിഞ്ഞ ദിവസം കണ്ട അടിയാളും അവരുടെ കൂട്ടരും വന്നിട്ടുണ്ട്. മാറ്റിനെ ചോദിച്ചിട്ട്, മാറ്റിനെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തരണം, നമ്മൾ പോലീസുകാരാണ്, അവനെ ചോദ്യം ചെയ്തിട്ട് അങ്ങ് വിട്ടേക്കാന്ന് അമ്മയോട് പറയും. പക്ഷെ അമ്മ മാറ്റിനെ വിളിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പിസ വാങ്ങ്, അല്ലെങ്കിൽ കടയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയും. ഒരു പോലീസുകാരൊന്നുമല്ല നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇതേ നേരം തന്നെ മാറ്റ് ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ട്. അവൻ പതിയെ കടയിൽ നിന്ന് പുറത്തിറങ്ങി അവൻ കളഞ്ഞ ആ ഒരു സൂട്ട് എടുക്കാനായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ ചെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ആ കുപ്പത്തൊട്ടിൽ ചാടി ഇറങ്ങിയിട്ട് എങ്ങനെയൊക്കെയോ അത് കണ്ടുപിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കടയുടെ പുറത്ത് മാറ്റിനെ ബുള്ളി ചെയ്യുന്ന ആ പയ്യൻ വന്നിട്ടുണ്ട്. അവന്റെ കൂട്ടുകാരെയും വിളിച്ചിട്ട്, കഴിഞ്ഞ രാത്രി അടിയായില്ലായിരുന്നു, അതിന് പ്രതികാരം ചെയ്യാൻ വന്നേക്കാണ്. ഈ പ്രതികാരം ചെയ്യാൻ വന്നവന്മാരാണെങ്കിൽ കടയ്ക്കുള്ളിൽ മാറ്റിനോട് പ്രതികാരം ചെയ്യാനായിട്ട് കയറി ചെല്ലും. എന്നാൽ ചെന്ന് നോക്കുമ്പോഴാവട്ടെ അവന്മാരെടുത്ത് തോക്ക് കാണിക്കും. ഈ തോക്ക് കണ്ടതും മറ്റവന്മാര് പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. തൽക്കാലത്തേക്ക് പ്രതികാരം ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നിട്ട് ഈ ദുഷ്ടന്മാരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അമ്മേനെ പിടിച്ച് ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ കുറച്ച് ഉപദ്രവിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങോട്ട് നമ്മുടെ മാറ്റ് വന്നിട്ടുണ്ട്. മാറ്റ് വന്നിട്ട് ഓരോരുത്തരായിട്ട് തല്ലാനായിട്ട് തുടങ്ങും. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. മാറ്റിന് സൂപ്പർ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഒക്കെ എളുപ്പത്തിൽ എടുത്ത് പൊക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാരെയും അടിച്ചിട്ടതിന് ശേഷം അടിയാളിന്റെ അടുത്ത് ചെന്ന് അടിയാളിനെ തൂക്കിയെടുക്കുന്നുണ്ട്. അടിയാള് വേദന കൊണ്ട് നടന്ന് മാറിപ്പോകുമ്പോൾ അമ്മ ബോധം കിട്ട് താഴെ വീണിട്ടുണ്ടായിരുന്നു. ഈ അമ്മയുടെ കാലിൽ ചവിട്ടിയിട്ട് താഴെ വീഴാനായിട്ട് പോകുന്നുണ്ട്. മുഖം ചെന്ന് അവിടുത്തെ ചട്ടകത്തിൽ പോയി തട്ടുകയാണ്. മുഖം ഉരുകി പോകുന്നുണ്ട്. നല്ലൊരു മുറിവാണ് പറ്റിയിരിക്കുന്നത്. എന്തായാലും അടിയാളിന്റെ ആൾക്കാർ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ മാറ്റിന്റെ അടി കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ ഇത് മാറ്റാണെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. പിന്നീട് അമ്മയ്ക്ക് ബോധമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാറ്റ് അമ്മേനെ എടുത്ത് ഹോസ്പിറ്റലിൽ ചെല്ലും. പക്ഷെ അമ്മ ഈ നടന്ന കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും അമ്മയ്ക്ക് ബോധം വരിക. അമ്മേനെ മാറ്റ് സമാധാനപ്പെടുത്തുന്നുണ്ട്. ഒന്നുമില്ല, അതേതോ ഗുണ്ടകളാന്ന് പറഞ്ഞിട്ട്. ഈ നേരം അടിയാള് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മുഖം എല്ലാം ചുറ്റിക്കെട്ടി വെച്ചേക്കാണ്. ഒരു ഡോക്ടർ വന്നിട്ട് അയാൾക്ക് കണ്ണാടി എടുത്ത് കൊടുക്കുന്നുണ്ട്. മുഖത്തിന് എന്തൊക്കെ ഡാമേജ് ആണ് പറ്റിയെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാൾക്ക് നല്ല വൈരാഗ്യം വന്നിട്ടുണ്ട് എല്ലാവരും ഉപദ്രവിക്കാനായിട്ട്, പ്രത്യേകിച്ച് മാറ്റിനെ ഉപദ്രവിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഡോക്ടറിന് ഇട്ടൊരു പൊട്ടീര് കൊടുക്കും. ചുമ്മാ ഒരു രസം. ചികിത്സിച്ച ഡോക്ടർ
ഡോക്ടറിനെ തന്നെ ഉപദ്രവിച്ചിട്ട് പ്രതികാരത്തിനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മാറ്റ് കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഒരാൾ വരുന്നുണ്ട്. മാറ്റിനോട് പിസ്സ ചോദിക്കും. എന്നാൽ പിസ്സ കഴിഞ്ഞു പോയി കട അടച്ചിട്ടേക്കാണ്. നിങ്ങൾക്ക് പിസ്സ ഇല്ല, അവിടെ കുറച്ച് കേക്ക് ഇരിപ്പുണ്ട്, അത് കഴിച്ചോളാൻ പറയും. അങ്ങനെ അങ്ങേരെ അതെടുത്ത് കഴിയും. പക്ഷെ അതിന് പിസ്സയുടെ ടേസ്റ്റ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ മാറ്റിന്റെ മുഖത്ത് തന്നെ തുപ്പുകയാണ്. പിന്നെ അങ്ങേരെ നോക്കുമ്പോൾ അവിടെ തന്നെ ഡിസ്പ്ലേക്കായിട്ട് കുറച്ചധികം പിസ്സ വാരി വെച്ചിട്ടുണ്ട്. ഇത്രയധികം പിസ്സ ഇരുന്നിട്ടാണ് എനിക്ക് തരാത്തതെന്ന് പറഞ്ഞ് ആ പഴകിയ 3 മാസം പഴകിയ പിസ്സ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. മാറ്റ് പറയുന്നുണ്ട് അത് 3 മാസം പഴകിയതാണെന്ന്. എന്നാൽ അയാൾ അത് കേൾക്കാതെ അത് എടുത്തോണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഇനി ആൾക്കാർ കയറി വരാതിരിക്കാനായിട്ട് മാറ്റ് ഒരു ക്ലോസ്ഡ് എന്ന് പറയുന്ന സ്റ്റിക്കർ എടുത്ത് ഡോറിൽ കൊണ്ടുവന്ന് തൂക്കിയിടും. അന്നേരം ഒരു ഡിറ്റക്റ്റീവ് അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ വന്നിട്ട് മാറ്റിനോട് ചോദിക്കും, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? ഇവിടെ ഗുണ്ടകൾ വന്ന് ആക്രമിച്ചെന്ന് കേട്ടല്ലോ, അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ മാറ്റിനെയും വിളിച്ച് അങ്ങേര് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. അവിടെ വെച്ച് മാറ്റിനെ ചോദ്യം ചെയ്യാണ്. അങ്ങനെ CCTV വിഷ്വലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവർ സൂപ്പർ ഹ്യൂമൻ, അവർ സ്യൂട്ട് തിരിച്ചു വന്നത് ആരാണെന്ന് ചോദിക്കും. എന്നാൽ മാറ്റിനെ അറിയത്തില്ല എന്ന് മാത്രമേ അവൻ മറുപടി പറയുന്നുള്ളൂ. അതിന്റെ ഇടയിൽ തന്നെ ഈ ഒരു ഡിറ്റക്റ്റീവ് മാറ്റിന്റെ മുഖത്തോട്ട് സിഗരറ്റ് വലിച്ചിട്ട് ഊതുന്നുണ്ട്. മാറ്റ് എന്തോ പെട്ടെന്ന് തന്നെ പെടയുന്നത് പോലെ അവൻ ആ സിഗരറ്റിന്റെ പുക താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും അവനിൽ നിന്നൊന്നും മനസ്സിലാവുന്നില്ല. അതിലുപരി ആ ഒരു ഡിറ്റക്റ്റീവിന്റെ കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗുണ്ടകൾ വല്ലതും വരുവാണെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്ത് നിൽക്കാനൊന്നും നോക്കല്ലേ, പകരം ഡിറ്റക്റ്റീവിനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് മാറ്റിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. പിന്നീട് മാറ്റ് നേരെ ചെല്ലുന്നതാവട്ടെ അവനെ പഠിപ്പിച്ച ആ സാറായിട്ടുള്ള സയന്റിസ്റ്റ് ഇല്ലേ, അയാളെ അടക്കിയിരിക്കുന്ന അടുത്താണ്. അവിടെ ചെന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ട് അവന്റെ ക്രഷായിട്ടുള്ള ബുള്ളിയുടെ ഗേൾ ഫ്രണ്ടും വരുന്നുണ്ട്. അവിടെ വെച്ച് അവര് സംസാരിക്കുന്നുണ്ട്. അതുപോലെ മാറ്റ് അവളോട് ക്ഷമയും പറയുന്നുണ്ട്. എന്നാൽ അവള് പറയും ക്ഷമയൊന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ ആ ബുള്ളി പയ്യനുമായിട്ട് ബ്രോക്കപ്പ് ആയെന്ന്. അത് കേൾക്കുമ്പോൾ മാറ്റിനൊരു സമാധാനം ആവുന്നുണ്ട്. അവന് ചെറിയൊരു പ്രതീക്ഷ വരികയാണ്. പുതിയൊരു ഗേൾ ഫ്രണ്ടിന് കിട്ടാൻ പോകുന്ന പ്രതീക്ഷ വരികയാണ്. ഇതേ നേരെ തന്നെ ആ കമ്പനി ബോസും ബാക്കിയുള്ള ആൾക്കാരും ആ ഒരു എക്സ്പെരിമെന്റിനെ പറ്റിയിരുന്ന് സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിനെ പിടിച്ചിട്ട് മാറ്റിൽ നിന്ന് ആ ഒരു സെറ എടുത്ത് അവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തണമെന്ന്. അടിയാളല്ല, ബോസ് ആണ്. അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് അടിയാള് വരുന്നുണ്ട്. 2 തോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടേബിളിന്റെ മണ്ടയിൽ കയറി നിന്നിട്ട് ഒരുപാട് വാചകങ്ങൾ പറയാണ്. ഞാനാണ് ഇനി ഈ കമ്പനിയുടെ ബോസ്, അതുകൊണ്ട് തന്നെ ഈ ബോസ് രാജിവെച്ച് പോകണമെന്ന്. ഇപ്പോൾ ഉള്ള ബോസ്. എന്നാലും മറ്റേ ബോസ് കേൾക്കോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആ ബോസിനെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നുകളയും. അയാളെ തള്ളിയിട്ടതിന് ശേഷം കസേരയിൽ കയറി ഇരുന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് മാറ്റിനെ പിടിച്ചോണ്ട് വരാനായിട്ട് പറയും. ആര്? ഈ അടിയാള്. ഇനി അടിയാളാണ് ബോസ്. ആ നേരം കൂട്ടുകാരെ സയന്റിസ്റ്റ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. അതായത് മാറ്റിനെ പിടിക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. മാറ്റിന് ടൊബാക്കോ അലർജിയാണ്. ആ ഒരു സൂപ്പർ പവർ കിട്ടിയപ്പോൾ അവനൊരു ഡിസഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. അവന് സിഗരറ്റിന്റെ മണം ശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല, കാരണം അതിൽ ടൊബാക്കോ ഉണ്ട്. അവന് ടൊബാക്കോയുടെ പുക ശ്വസിപ്പിച്ചാൽ അവനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അവൻ സാധാ ഒരു മനുഷ്യനായി മാറും. അതും കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അവനെ ആക്രമിക്കാനായിട്ട് സാധിക്കുമെന്ന് കൂട്ടുകാരെ സയന്റിസ്റ്റ് ആ ഒരു വില്ലനോട് പറഞ്ഞു കൊടുക്കും, അതായത് അടിയാളിനോട്. കട്ട് ചെയ്താൽ മാറ്റിനെ കാണിക്കുകയാണെങ്കിൽ മാറ്റ് ആകെ വിഷമിച്ച് ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോണെന്ന് അറിയാൻ പാടില്ലാതെ. പുതിയൊരു സാറാണ് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അവന്റെ സയന്റിസ്റ്റ് ടീച്ചറിന്റെ മരണത്തിന് ശേഷം പുതിയൊരു സാറാണ് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അയാൾ വന്ന ഉടനെ സയന്റിസ്റ്റ് ടീച്ചറിനെ പറ്റി ചെറിയൊരു പ്രസംഗം കാഴ്ചവെക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മാറ്റിന് എന്തോ പോലെ അവൻ ആകെ വിഷമിച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ്. ഈ ഒരു കാര്യം ഗേൾ ഫ്രണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ബുള്ളിയുടെ ഗേൾ ഫ്രണ്ട് അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ക്രഷ് എന്ന് പറയാം. ക്രഷ് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ അവനെ സമാധാനിപ്പിക്കാൻ നോക്കുമെങ്കിലും അവൻ അവിടെ നിന്ന് മാറി വാഷ്റൂമിലോട്ട് പോകുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോയ ഉടനെ അങ്ങോട്ട് നമ്മുടെ ടീംസ്, നമ്മുടെ ഇല്ല ഇവിടുത്തെ വില്ലൻ ടീംസ് വരുന്നുണ്ട്. വില്ലനും കുറെ ആൾക്കാരും കുറെ അധികം തോക്കൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് കാണുമ്പോൾ കുട്ടികളും സാറും പേടിച്ചു പോകുന്നുണ്ട്. അവിടെ എല്ലാം കറങ്ങി നടക്കും. അതുമല്ല ആ ക്രഷിനോട് ചോദിക്കുന്നുണ്ട് മാറ്റിന്റെ സീറ്റ് എവിടാണെന്ന്. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നില്ല അവള്. എനിക്ക് മാറ്റിനെ അറിയത്തില്ലെന്നാണ് പറയുന്നത്. എന്തായാലും അയാൾ മാറ്റിന്റെ സീറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. മാറ്റിന്റെ ബുക്ക് എടുക്കുകയാണ്. അതെടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. അതിൽ അവൻ ഒരു പ്രണയകഥ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അവന്റെ ക്രഷിന്റെ ഒരു പ്രണയകഥയാണ് എഴുതി വെച്ചേക്കുന്നത്. ഒരു ലവ് ലെറ്റർ പോലെ. അതെടുത്ത് ഇയാൾ വായിച്ചിട്ട് ആ ഒരു പെൺകുട്ടിയുടെ പേരും വായിക്കും. അവളുടെ പേര് സൂസൻ എന്നാണ്. അതായത് ഈ ക്രഷിന്റെ പേരാണ് സൂസൻ. അപ്പൊ സൂസൻ ആരാന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ആരും മറുപടി പറയത്തില്ല. എന്നാൽ ആ ബുള്ളിപ്പയ്യൻ മാത്രം കാണിച്ചു കൊടുക്കുകയാണ് അതാണ് സൂസൻ എന്ന്. അവന്റെ എക്സ് ആണ് കേട്ടോ. അവനാണ് കാണിച്ചു കൊടുക്കുന്നത്. സൂസന്റെ കാര്യത്തിൽ തീരുമാനമായി അവളെ തൂക്കി പിടിച്ച് ഈ വില്ലന്മാർ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഇതിന്റെ ഇടയിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഈ വില്ലന്മാർ അകത്തോട്ട് കയറി വന്ന നേരത്ത് വില്ലന്മാർ അറിയാതെ തന്നെ സൂസൻ അവളുടെ ഫോൺ എടുത്ത് നമ്മുടെ മാറ്റിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് വില്ലന്മാർ അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പൊയ്ക്കുമെന്ന്. കാരണം മാറ്റിനെ തേടിയാണല്ലോ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ മെസ്സേജ് ഇട്ടത്. ഇപ്പൊ മാറ്റിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഈ വിവരം അറിഞ്ഞിട്ട് സ്കൂളിന്റെ പുറത്ത് വരുന്നുണ്ട്. അവന്റെ കാറിൽ തന്നെ അവന്റെ സൂട്ടും ഉണ്ട്. ആ സൂട്ടും എടുത്ത് എവിടെ പോയി മാറണമെന്ന് അറിയാൻ പാടില്ലാതെ തൊട്ടടുത്തുള്ള ഒരു ടോയ്ലറ്റിൽ കയറി മാറുന്നുണ്ട്. അത് മാറി നേരെ സ്കൂളിലോട്ടാണ് വരുന്നത്. അവൻ നോക്കുമ്പോൾ എന്താ കാണുന്നത്? സൂസനെ കുറച്ച് ആൾക്കാർ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അവൻ അവരെ എതിർക്കാനായിട്ട് അടുത്തോട്ട് ചെല്ലുമ്പോൾ അവര് ടൊബാക്കോടെ ആ പുക എടുത്ത് അവന്റെ നേർക്ക് അടിക്കുകയാണ്. കുറച്ചു നേരം അവന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ തളർന്ന് താഴെ വീഴുന്നുണ്ട്. കുറെ ആൾക്കാർ വന്ന് അവനെ ചവിട്ടി കൂട്ടുകയാണ്. എന്തായാലും വില്ലൻ സൂസനെ പിടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ നേരം കൂടുള്ള ഒരാള്, ഒരു ഗുണ്ട, നമ്മുടെ മാറ്റിന്റെ ദേഹത്തുള്ള ബ്ലഡ് സാമ്പിൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പുകമായി അവിടെ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് തന്നെ മാറ്റിന് ശക്തി തിരിച്ചു കിട്ടി. അയാൾ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങും. പിന്നെ ഈ പ്രശ്നം നടന്നത് കൊണ്ട് തന്നെ കുറച്ചധികം കുട്ടികൾ പേടിച്ച് ഓടുന്നുണ്ട്.
അവരെയൊക്കെ തള്ളി മാറ്റിയിട്ടാണ് അവൻ മുമ്പോട്ടിറങ്ങി ഓടുന്നത്. ഇറങ്ങി പുറത്ത് വന്ന് നോക്കുമ്പോഴാവട്ടെ സൂസനെയും ടീംസിനെയും കാണാനില്ല. സൂസനെയും കൊണ്ട് വില്ലന്റെ ടീംസ് അവിടെ നിന്ന് മുങ്ങി. പിന്നീട് അവൻ ഡ്രസ്സൊക്കെ മാറിയതിനു ശേഷം നേരെ വീട്ടിലാണ് ചെല്ലുന്നത്, എന്തോ ഒരു കാര്യം എടുക്കാനായിട്ട്. അവിടെ തന്നെ അവന്റെ റൂമിൽ അമ്മയുണ്ട്. എന്താണ് ഈ റൂമിൽ ചെയ്തു ചെയ്യുന്നത്? ഇത് മ്യൂസിയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ? നീ ഇതെല്ലാം വന്നിട്ട് വൃത്തിയാക്കണമെന്ന് പറയുമ്പോൾ അവൻ ഓടിപ്പോയി അമ്മയ്ക്ക് ഒരു മുത്തം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഈ നേരെ സൂസനെ പിടിച്ച് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവന്റെ ലവ് സ്റ്റോറി, അവരുടെ ലവ് ലെറ്ററും കുറച്ച് ഗുണ്ടകൾ വായിക്കുന്നുണ്ട്. സൂസൻ അത് കേൾക്കാനും സാധിക്കുന്നുണ്ട്. സൂസന് മനസ്സിലായി മാറ്റിന് അവളോട് പ്രണയമുണ്ടെന്ന്. അന്നേരം വില്ലനോട് അങ്ങോട്ട് വരുന്നുണ്ട്. സൂസനോട് കുറച്ചധികം മാസായിട്ടുള്ള ഡയലോഗുകൾ അടിക്കുകയാണ്. എന്നാൽ അവളുടെ വാ കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല. ആ നേരം അങ്ങോട്ട് സയന്റിസ്റ്റ് വരുന്നുണ്ട്, കൂട്ടുകാരൻ സയന്റിസ്റ്റ്. അയാൾ വന്ന് വില്ലനോട് പുറത്ത് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വെയിറ്റിംഗ് ആണെന്ന് പറയും. ഇൻവെസ്റ്റേഴ്സ് ഇയാളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഇൻവെസ്റ്റേഴ്സിനെ കാണാനായിട്ട് പോവാണ്. ഇതേ നേരം നമ്മുടെ മാറ്റ് ആണെങ്കിൽ കാറൊക്കെ എടുത്ത് കാർ പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട്. ആ ഒരു വലിയ ബിൽഡിങ്ങിന്റെ കാർ പാർക്കിങ്ങിൽ, വില്ലന്മാരുള്ള ബിൽഡിങ്ങിന്റെ കാർ പാർക്കിങ്ങിൽ. അവിടെ നിന്ന് പുറത്തിറങ്ങി നേരെ സെക്യൂരിറ്റിന്റെ അടുത്ത് ചെല്ലും. സെക്യൂരിറ്റി അവനെ കണ്ട് സംശയിക്കുന്നില്ല. കാരണം അവന്റെ ഒരു പിസയുടെ പാക്കറ്റ് ഉണ്ട്. പിസ ഡെലിവറി ചെയ്യാൻ വന്നതാന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി ചെല്ലും. അവൻ ലിഫ്റ്റിൽ കയറിയിട്ട് ആ പിസയുടെ പാക്കറ്റിനകത്ത് എന്താന്ന് കാണിക്കുകയാണ്. അത് മറ്റൊന്നല്ല അവന്റെ സ്യൂട്ടാണ്. ഈ സ്യൂട്ട് ഇട്ടാണ് അവൻ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ നേരം ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്യാണ്. ആരെ? ബോസിനെ, വില്ലൻ ബോസിനെ ചോദ്യം ചെയ്യാണ്. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ ആ ഒരു എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആക്കിയില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റേഴ്സിനെ കാണിക്കാനായിട്ട് സയന്റിസ്റ്റിനെ വിളിപ്പിച്ച് ഒരു സെറം കൊണ്ടുവരുന്നുണ്ട്. ആ സെറം എടുത്ത് ഇയാളുടെ മുഖത്ത് കുത്താണ്. അത് കുത്തിയതും ഇയാളുടെ പൊള്ളിയ മുഖം പഴയതുപോലെ ആവുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അത് വീണ്ടും പൊള്ളിയതുപോലെ ആവുകയാണ്. ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലായി ഇനി കുറച്ചുകൂടെ കഴിയുകയാണെങ്കിൽ ആ ഒരു സെറം ഫുള്ളായിട്ട് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവർ വിചാരിച്ചതുപോലെ തന്നെ ഒരു കാര്യത്തിനായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കുറച്ചുകൂടെ സമയം അവർക്ക് കൊടുക്കാന്ന് അവർ വിചാരിക്കുകയാണ്. ഈ നേരം നമ്മുടെ മാറ്റ് ആണെങ്കിൽ ലിഫ്റ്റിൽ നിൽപ്പുണ്ട്. അവൻ ഡ്രസ്സ് മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങോട്ടൊരു പെൺകുട്ടി വരുന്നുണ്ട്. അവൻ നേരെ ചൊവ്വേ ഡ്രസ്സ് ഇട്ടിട്ടില്ല. പക്ഷെ പെൺകുട്ടീനെ പറഞ്ഞു വിട്ടതിന് ശേഷം അവൻ എങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടുന്നുണ്ട്. നേരെ ചെല്ലുന്നത് ഈ വില്ലന്മാരുടെ ഇടയിലോട്ടാണ്. ഇൻവെസ്റ്റേഴ്സ് പോകാനായിട്ട് നിൽക്കായിരുന്നു. അമ്മാരെടുത്ത് പോണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും. പക്ഷെ വില്ലന് സന്തോഷമാവാണ്. കാരണം ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു കണ്ടുപിടുത്തം. എവനിൽ നിന്ന് കുറച്ച് ബ്ലഡ് സാമ്പിൾ കിട്ടിയാൽ മാത്രം മതി, നമ്മുടെ കമ്പനി രക്ഷപ്പെടും എന്നൊക്കെ ഇൻവെസ്റ്റേഴ്സിനോട് പറയാണ്. എന്നാൽ മാറ്റിനാകെ ദേഷ്യം കയറിയിട്ട് സൂസൻ എവിടെടാന്ന് ചോദിച്ച് ഈ ഒരു വില്ലനെ പിടിച്ച് ആകാശത്തോട് പൊക്കാണ്. നിന്നെ കൊല്ലിടാന്ന് പറഞ്ഞ്. പക്ഷെ വില്ലൻ അവനെ താഴെ ഇറക്കാനായിട്ട് പറയും. ഒരു ഡീൽ ഉണ്ടാക്കാന്നും പറയും. മറ്റൊന്നുമല്ല, അവന് സൂസനെ തിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മാറ്റിന് ഇത്രയധികം ശക്തികൾ ഉള്ളത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ശക്തികൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഒരു ആന്റിഡോട്ടും കൊടുക്കും. സൂസനെയും കൊണ്ട് അവന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം. അവനെ പിന്നെ ആരും ഉപദ്രവിക്കത്തില്ല. പക്ഷേ അവൻ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, അവന്റെ കുറച്ച് ബ്ലഡ് സാമ്പിൾ അവർക്ക് കൊടുക്കണം. അതിന് സമ്മതമാണോന്ന് ചോദിക്കുമ്പോൾ മാറ്റ് ഒരു നിമിഷത്തേക്ക് സമ്മതിച്ചു പോകുന്നുണ്ട്. മാറ്റ് സമ്മതിച്ചല്ലോ അവന്റെ ബ്ലഡ് സാമ്പിൾ കൊടുക്കാന്ന്. അതിന്റെ സന്തോഷത്തിൽ ഈ വില്ലനാണെങ്കിൽ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുന്നുണ്ട്. ഇത് വലിച്ചിട്ട് ഇയാൾ നേരെ മാറ്റിന്റെ മുഖത്തോട്ട് ആ ഒരു പുക ഊതുകയാണ്. ഉടനടി അവൻ തളർന്ന് താഴെ വീഴുന്നുണ്ട്. പിന്നീട് അവനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിയിടുന്നുണ്ട്. അവന്റെ ദേഹത്ത് നിന്ന് ബ്ലഡ് സാമ്പിൾ എടുത്തു കഴിഞ്ഞു. അതിനുശേഷം അവനെ കൊന്നുകളയാനായിട്ട് നോക്കുകയാണ്. അവന്റെ ദേഹത്ത് ഒരു സെറം കുത്തിവെച്ച് അവനെ കൊന്നുകളയാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി അവർക്ക് അവനെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ കൊന്നുകളയാനായിട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കി പുറത്ത് തന്നെ നിൽപ്പുണ്ട്. സൂസനൊക്കെ ഇത് നോക്കി ഒരു വികാരമില്ലാതെ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. എന്തായാലും അവനെ കൊല്ലാൻ പോകുന്ന നേരത്ത് ഇവൻ വിളിച്ചു പറയുന്നുണ്ട്, എന്നെ കൊല്ലല്ലേ, എന്നെ വെറുതെ വിടുന്നു. പക്ഷെ അവർ കൊല്ലാനായിട്ട് പോകുമ്പോൾ കുറച്ചധികം പോലീസുകാർ അകത്തോട്ട് കയറി വരുന്നുണ്ട്. ഈ മാറ്റ് ആണെങ്കിൽ നേരത്തെ തന്നെ ഡിറ്റക്റ്റീവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവരം മനസ്സിലാക്കിയതിനു ശേഷമാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ പോലീസ് വന്നെന്ന് മനസ്സിലാക്കിയ ഉടനെ കൂട്ടുകാര സയന്റിസ്റ്റും അതുപോലെ തന്നെ വില്ലനും കൂടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും. എന്തായാലും അകത്തോട്ട് വരുമ്പോൾ വില്ലനെയും അതുപോലെ തന്നെ സയന്റിസ്റ്റ് ഡോക്ടറിനെയും കണ്ടില്ല. അതുകൊണ്ട് മാറ്റിനെയും അതുപോലെ ക്രഷിനെയും കൂടെ രക്ഷിച്ച് പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ഈ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ ക്രഷിന് അവനോട് ഭയങ്കര സ്നേഹം. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ഡിറ്റക്റ്റീവ് അവരുടെ അടുത്ത് രണ്ടും പോയി കാറി ഇരിക്കാനായിട്ട് പറയും. കാരണം ഒരുപാട് ഗുണ്ടകൾ അവരെ ആക്രമിക്കാനായിട്ട് വരും. അപ്പൊ കാറിലിരിക്കുകയാണെങ്കിൽ അവർ വന്ന് ആക്രമിക്കത്തില്ല, കാരണം പോലീസിന്റെ കാറാണ്. ഈ നേരം സയന്റിസ്റ്റ് ആണെങ്കിൽ ഓടി ഒരു റൂമിൽ കയറുന്നുണ്ട്. ഡോറെല്ലാം അടച്ചു പൂട്ടി വയ്ക്കുകയാണ്. അങ്ങേരുടെ കയ്യിൽ തന്നെ ബ്ലഡ് സാമ്പിൾ ഉണ്ട്. ആ ബ്ലഡ് സാമ്പിൾ എടുത്ത് എന്തോ ഒരു മെഷീനിൽ വെക്കുന്നുണ്ട്. എന്തോ ഒരു സെറം ഉണ്ടാക്കുകയാണ്. വീണ്ടും മാറ്റിനെയും ഗേൾഫ്രണ്ടിനെയും കാണിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും കാറിൽ വന്നിരിപ്പുണ്ട്. ആ നേരം കാറിന്റെ ആ ഒരു റേഡിയോ ഡിവൈസ് വരെ വിളിച്ച് പറയുന്നുണ്ട്, വില്ല രക്ഷപ്പെട്ടു പോകാൻ പോവാണ്, അവനെ പെട്ടെന്ന് തന്നെ പിടിക്കണമെന്ന്. എന്നാൽ പോലീസുകാർക്ക് അവനെ പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇതുവരെ. മാറ്റിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ പിടിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഗേൾഫ്രണ്ടിനോട് അവന്റെ മുഖത്ത് ഒരു അടി അടിക്കാൻ പറയും, ഒരു ഇടി കൊടുക്കാൻ പറയും. എന്നാൽ അവൾ ഇടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഇടിക്കുകയാണ്, അവന്റെ പവേഴ്സ് തിരിച്ചു കിട്ടിയെന്ന് അറിയാനായിട്ട്. എന്നാൽ ഇടിക്കുമ്പോൾ മുറിയും. പവേഴ്സ് തിരിച്ചു കിട്ടിയിട്ടില്ല, കാരണം കുറെ അധികം ടൊബാക്കോ അവൻ ശ്വസിച്ചിട്ടുണ്ട്. എന്തായാലും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് അവിടെ നോടാനായിട്ട് തുടങ്ങും. ഇന്നേരം നമ്മുടെ സയന്റിസ്റ്റ് ആ ഒരു വില്ലൻ സയന്റിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ അങ്ങേരെ റൂമിൽ നിൽക്കുമ്പോൾ പോലീസുകാർ ഡോറൊക്കെ തുറന്ന് അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങേരെ ആ സെറം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സെറം പെട്ടെന്ന് തന്നെ കയ്യിലെടുത്ത് കുത്തിവെച്ചിട്ട് പോലീസുകാർ ആക്രമിക്കാനായിട്ട് നോക്കുമ്പോൾ അവർ ഷോക്ക് എടുപ്പിച്ച് താഴെ ഇടുകയാണ്. അങ്ങനെ ഡിറ്റക്റ്റീവും കുറച്ച് ആൾക്കാരും ഈ സയന്റിസ്റ്റിനെ പിടിച്ച് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴാവട്ടെ ഒരുതൻ സ്പീഡിൽ അകത്തോട്ട് കയറി ഓടുന്നുണ്ട്. മറ്റാരുമല്ല, മാറ്റാണ്. ക്രഷും പിന്നാലെ വന്നിട്ട് അവനെ ഒന്നും ചെയ്യില്ല, അവൻ മാറ്റാന്ന് വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് വോക്കി ടോക്കി എടുത്ത് സംസാരിക്കും ബാക്കിയുള്ള പോലീസുകാരോട്. ഇപ്പൊ അകത്തോട്ട് കയറിപ്പോയ സ്യൂട്ട് ഇട്ട് ആ ഒരു
പിസ്സാമാൻ എന്ന് പറയുന്ന സൂപ്പർമാനെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല, അവനെ വെടിവെക്കാനായിട്ട് പാടില്ല, വില്ലനെ പിടിക്കാനായിട്ടാണ് പോയിരിക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ മാറ്റ് ആണെങ്കിൽ വില്ലനെ പിടിക്കാനായിട്ട് അകത്തോട്ട് കയറി ചെല്ലും. എന്നാൽ പോലീസുകാരും വില്ലനും തമ്മിൽ വെടിവെപ്പ് നടത്തുകയാണ്. ഈ വെടിവെപ്പിന്റെ ഇടയിൽ പെട്ടുപോയിട്ട് സൂപ്പർമാനായിട്ടുള്ള അവന് വെടിയേക്കുന്നുണ്ട്. താഴെ കിടന്ന് പിടയാണ്. പോലീസുകാർക്ക് അവനോട് പുച്ഛം, ഒന്ന് എണീറ്റ് പോടോ, എത്ര നാളായി സൂപ്പർമാൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്, ദാ വെടിയുണ്ട് താഴെ കിടക്കുന്നെന്ന്. എന്നാലും അവൻ വെറുതെ വിടാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എണീറ്റിട്ട് വില്ലന്റെ പിന്നാലെ ചെല്ലും. പക്ഷേ ഈ വില്ലനാണെങ്കിൽ ഒരു ബിൽഡിംഗിൽ നിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് എടുത്ത് ചാടുന്നുണ്ട്. കുറച്ച് പോലീസുകാർ വില്ലനെ പിടിക്കാനായിട്ട് വന്നെങ്കിലും അവർക്ക് അത്ര ഹൈറ്റിൽ നിന്ന് എടുത്ത് ചാടാനായിട്ട് സാധിക്കില്ല. പക്ഷെ മാറ്റ് വെറുതെ വിടാനായിട്ട് തയ്യാറല്ല. മാറ്റ് പിന്നാലെ എടുത്ത് ചാടും. പക്ഷെ മാറ്റിന് ഇപ്പൊ സൂപ്പർ പവേഴ്സ് ഇല്ലല്ലോ, കുറച്ച് നേരത്തേക്കില്ല. അതുകൊണ്ട് തന്നെ ഭിത്തിയുടെ മുകളിൽ തൂങ്ങിക്കിടക്കാണ്, താഴെ വീഴാതെ. പക്ഷേ ഈ വില്ലനാണെങ്കിൽ അവനെ ഉപദ്രവിക്കാനായിട്ട് പോകുമ്പോൾ താഴ്ന്ന് നമ്മുടെ ഡിറ്റക്റ്റീവും ടീംസും വെടിവെക്കും. അതുകൊണ്ട് തന്നെ വില്ലൻ തൽക്കാലത്തേക്ക് നമ്മുടെ മാറ്റിനെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് ഓടിപ്പോകും. പക്ഷെ മാറ്റ് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അവൻ എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞു കയറിയിട്ട് ആ ഒരു വില്ലന്റെ പിന്നാലെ ഓടിച്ചെല്ലുകയാണ്. വില്ലൻ കാർ എടുത്ത് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. എന്നാൽ മാറ്റും കാറിന്റെ പിന്നിൽ വലിഞ്ഞു കയറുന്നുണ്ട്, കാറിന്റെ മുകളിൽ. പക്ഷെ വില്ലൻ കാറ് നിർത്താതെ കാർ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ കാര്യം പോലീസുകാർ കാണുന്നുണ്ട്. അവരെല്ലാരും കൂടെ കാർ എടുത്ത് പോകുന്നുണ്ട്. അതുപോലെ ഡിറ്റക്റ്റീവും ക്രഷും കൂടെ കാർ എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ വില്ലൻ കാർ ഓടിച്ചു പോകുന്ന നേരത്ത് അവൻ മുകളിൽ തൂങ്ങി കിടക്കുന്നുണ്ടല്ലോ, തോക്കെടുത്തൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ മാറ്റ് തെറിച്ചു പോകുന്നൊന്നുമില്ല, അവന്റെ ദേഹത്ത് കൊള്ളുന്നുമില്ല. അതുകൊണ്ട് തന്നെ കാറ് കുത്തിച്ചവിട്ടി മാറ്റിനെ താഴെ തള്ളിയിടും. മാറ്റിന്റെ ദേഹത്തൂടെ വണ്ടി കയറ്റി ഇറക്കാനായിട്ട് മുമ്പോട്ട് കാർ എടുക്കുമ്പോഴേക്കും നമ്മുടെ ഡിറ്റക്റ്റീവ് അവിടെ എത്തിക്കഴിഞ്ഞു. കാർ ബ്ലോക്ക് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ വില്ലൻ കാറിൽ നിന്ന് ഇറങ്ങി നേരെ ഡിറ്റക്റ്റീവിന്റെ കാറ് തുറന്ന് സൂസിനെ പിടിക്കുകയാണ്. എന്നിട്ട് സൂസന്റെ തലയിൽ തോക്ക് വെച്ചിട്ട് അവിടെ നിന്ന് മാറി പോകും. ബാക്കിയുള്ള പോലീസുകാർ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. പക്ഷേ സൂസന്റെ തലയിൽ തോക്ക് വെച്ചത് കൊണ്ട് തന്നെ അവരാരും ഉപദ്രവിക്കുന്നില്ല. ഇങ്ങനെ നേരെ നടന്നൊരു കമ്പനിയിൽ ചെല്ലുന്നുണ്ട്. അവിടെ ഉള്ള മനുഷ്യരെ എല്ലാരെയും പേടിപ്പിച്ച് ഓടുകയാണ്. കൂടെ തന്നെ സൂസനുണ്ട്. സൂസന്റെ തലയിൽ തോക്കും വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മാറ്റ് ആണെങ്കിൽ സൂപ്പർ സൂട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. കട്ട് ചെയ്താൽ നേരത്തെ പിടിച്ചോണ്ട് പോയ ആ ഒരു ചതിയ സയന്റിസ്റ്റിനെ കാണിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്ന നേരത്ത് അങ്ങനെ നേരത്തെ എന്തോ ഒരു സെറം കുത്തിവെച്ചില്ലായിരുന്നോ, അങ്ങനെ കണ്ടുപിടിച്ച സെറം. പക്ഷേ അതിനെന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ ഇയാളാണെങ്കിൽ അങ്ങ് പെരുകാനായിട്ട് തുടങ്ങാണ്. ഇങ്ങനെ കൈയെല്ലാം വീർത്ത് വരുന്നുണ്ട്. കയ്യിലുള്ള ചങ്ങലയൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. ഒരു വിലങ്ങൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. ഇയാളാണെങ്കിൽ അവസാനം വീർത്ത് പൊട്ടിത്തെറിച്ചങ്ങ് പോവുകയാണ്. അയാളുടെ വാക്സിൻ ശരിയായില്ല, ആ ഒരു സെറം ശരിയായില്ല, അയാൾ മരണപ്പെട്ടു പോയി. സ്വന്തം കുഴി അയാൾ തന്നെ കുഴിച്ചു. വീണ്ടും മാറ്റിനെ കാണിക്കുവാണെങ്കിൽ മാറ്റ് ആ ഒരു കമ്പനിയിലോട്ട് അല്ലെങ്കിൽ ആ ഫാക്ടറിയിലോട്ട് കയറി ചെന്ന് നോക്കുമ്പോഴാവട്ടെ വില്ലൻ സൂസിനെ പിടിച്ചൊരു സ്ഥലത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരിടത്ത് ആ ഒരു സെറം വെച്ചിട്ടുണ്ട്. ആ ഒരു ഇഞ്ചക്ഷൻ മറ്റൊന്നുമല്ല, അതുണ്ടെങ്കിൽ മാറ്റിന് പഴയതുപോലെ ആവാൻ പറ്റത്തുള്ളൂ. ഈ സൂപ്പർ പവർ ഒക്കെ നഷ്ടപ്പെടുത്തി സാധാ ഒരു മനുഷ്യനാവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് രക്ഷിക്കണം. അതുപോലെ മെഷീൻ ഓണാക്കും. ഈ മെഷീൻ ഓണാക്കിയതും സെറവും സൂസിയും കൂടെ ഒരേ സമയത്ത് തന്നെ ക്രഷറിന്റെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ ഒരേ സമയം രക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ളവരെ രക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് വില്ലൻ അവിടെ നിന്ന് ഓടിപ്പോകും. ഇപ്പൊ മെഷീൻ ഓടുന്നത് കൊണ്ട് തന്നെ സൂസൻ ആ ഒരു മെഷീനിലോട്ട് കയറാനായിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാറ്റ് ഓടി അവളെ പിടിക്കുകയാണ്. അതുപോലെ എന്തോ ഒരു മാവുണ്ട്, ഒരു മൈദാ മാവ്, അതെടുത്തിട്ട് ആ ഒരു ഇഞ്ചക്ഷനിലോട്ട് എറിയുന്നുണ്ട്. അങ്ങനെ ഇഞ്ചക്ഷൻ തെറിച്ചു പോകുന്നുണ്ട്. എന്തായാലും സൂസിനെ അവർ രക്ഷിച്ച് താഴെ ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ആന്റിഡോട്ടും എടുത്ത് വെക്കുന്നുണ്ട്. അത് അവളുടെ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയും, എനിക്കിപ്പോൾ അവനെ പോയി പിടിച്ചേ പറ്റൂ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകും. അവൻ ഓടി വില്ലൻ നിൽക്കുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ വില്ലൻ ഓടി രക്ഷപ്പെട്ടു പോകാൻ പറ്റാതെ അവിടെ നിൽപ്പുണ്ട്. അവൻ വില്ലന്റെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് വില്ലനെ ആക്രമിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തോറ്റുപോയി, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ജയിലിൽ പൊക്കോളാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാറ്റിനോട് ക്ഷമ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇയാൾ വെറും വൃത്തിയോട്ടവനാണ്. അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കുക. ഈ സമയത്ത് അതെടുത്ത് പെട്ടെന്ന് തന്നെ വലിച്ചിട്ട് മാറ്റിന്റെ മുഖത്തോട്ട് ഊതും. എന്നാലും മാറ്റിനൊന്നും പറ്റിയിട്ടില്ല. മാറ്റ് വടി പോലെ അങ്ങനെ നിൽക്കുകയാണ്. എന്താ നിനക്കൊന്നും പറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ അവന് കുറെ നേരം ശ്വാസം പിടിച്ചു വെക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്. അവനൊന്നും പറ്റിയില്ല. മാറ്റിന് ആകെ ദേഷ്യം വന്ന് മാറ്റ് കുറെ അധികം ഇടി അയാളെ ഇടിച്ചിട്ട് തൊട്ടടുത്തൊരു മെഷീൻ ഉണ്ടായിരുന്നു, ആ മെഷീനിലോട്ട് എടുത്തിടും. അയാളെ പതിയെ അതിനകത്തോട്ട് വലിച്ചെടുക്കുകയാണ്. എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയുമ്പോൾ മാറ്റിന് പാവം തോന്നും. അതുകൊണ്ട് തന്നെ അയാളെ രക്ഷിക്കാനായിട്ട് അയാളുടെ കയ്യിൽ പിടിക്കുമ്പോൾ അയാളുടെ ഷർട്ട് വലിഞ്ഞു കീറി അയാൾ അകത്തോട്ട് കയറി പോവാണ്. അയാൾ വെറും ഐസ് കട്ടയായി മാറുന്നുണ്ട്. പിന്നീട് എല്ലാ പ്രശ്നങ്ങൾക്കും ശേഷം മാറ്റ് തിരിച്ച് പോലീസുകാരുടെ അടുത്ത് ചെല്ലാണ്. ആ ഫാക്ടറിയിൽ തന്നെ ഉണ്ട്. സൂസനും അവിടെ നിൽപ്പുണ്ട്. പക്ഷെ മാറ്റിന്റെ പേർക്ക് കേസൊന്നുമില്ല. മാറ്റ് ഓടി വന്നിട്ട് നമ്മുടെ സൂസനെ പ്രപ്പോസ് ചെയ്യും. എന്നാൽ സൂസൻ പറയും, നീ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യണ്ട, പകരം നിന്റെ ഹെൽമെറ്റ് ഊരിയിട്ട് എന്നോട് പ്രപ്പോസ് ചെയ്താൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെ അവൻ മുഖംമൂടി മാറ്റിയിട്ട് അവളെ പ്രപ്പോസ് ചെയ്യും. മുഖംമൂടി മാറ്റുമ്പോൾ ഡിറ്റക്റ്റീവിന് മനസ്സിലാവും അത് നമ്മുടെ മാറ്റ് ആണെന്ന്. അങ്ങനെ ആ ഒരു പ്രപ്പോസല് സൂസൻ അക്സെപ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ അവന്റെ പേർക്ക് കേസില്ല, കാരണം അയാൾ സ്വന്തമായിട്ട് ഐസിലോട്ട് എടുത്ത് ചാടിയെന്ന് പറഞ്ഞ് കേസ് അവിടെ ക്ലോസ് ചെയ്യാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്ക് ശേഷം സൂസനെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് നമ്മുടെ മാറ്റ് ചെല്ലുന്നുണ്ട്. സൂസൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. റിലേഷൻ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അതുപോലെ അവളെ വീട്ടിന്റെ അകത്തോട്ട് കയറ്റി വിടാനായിട്ട് ശ്രമിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ കാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. മാറ്റ് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഒരു കള്ളനാണെങ്കിൽ കാർ കുത്തി തുറക്കുന്നു. ഇപ്പൊ അവന് രക്ഷിച്ചേ പറ്റൂ ആ കാറിനെ, അല്ലെങ്കിൽ ആ കാറിലുള്ള സാധനങ്ങൾ രക്ഷിച്ചേ പറ്റൂ. കള്ളൻ അടിച്ചോണ്ട് പോകാനായിട്ട് ശ്രമിക്കുമല്ലേ. അതുകൊണ്ട് തന്നെ സൂസൻ ഓരോ കാര്യങ്ങൾ പറയല്ലേ. സൂസനെ കയറി ഉമ്മ വെച്ചിട്ട് അവൾക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നിനക്ക് വേണ്ടി വരും, നമ്മൾ സെറ്റാവും എന്നുള്ളൊരു പ്രതീക്ഷ കൊടുത്തിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ ഓടിപ്പോവാണ് ആ ഒരു കള്ളനെ പിടിക്കാനായിട്ട്. എന്തായാലും
ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.